മൂന്നര പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ സജീവമായി തുടരുന്ന താരങ്ങളിലൊരാളാണ് മനോജ് കെ ജയൻ. 1998 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കുമിളകൾ എന്ന പരമ്പരയിലൂടെയായിരുന്നു മനോജ് കെ ജയന്റെ അരങ്ങേറ്റം. 1987 റിലീസായ എൻ്റെ സോണിയ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടിരുന്നു. സിനിമാഭിനയത്തിന്റെ തുടക്കം മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തെങ്കിലും സിനിമ പുറത്തിറങ്ങിയില്ല. 1992 റിലീസായ സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മനോജ് ശ്രദ്ധേയനാവുന്നത്. നടൻ മനോജ് കെ ജയന്റെ കുടുംബത്തെ പ്രേക്ഷകർക്ക് നല്ലതുപോലെ കണ്ടുപരിചയമുണ്ട്. ഭാര്യയും 3 കുട്ടികളും ചേരുന്ന കുടുംബമാണ് മലയാളത്തിലെ പ്രിയ കുട്ടൻ തമ്പുരാനുള്ളത്. മക്കളിൽ ഇനി മകൻ അമൃത് മാത്രമാണ് സ്കൂൾ വിദ്യാർത്ഥി. പെൺകുട്ടികൾ 2 പേരും പഠിച്ചു വളർന്ന് വലുതായി. കുഞ്ഞാറ്റയും സഹോദരി ശ്രേയയും വിദേശത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കുടുംബസംഗമം കൂടി വന്ന സന്തോഷം അദ്ദേഹം പങ്കിടുന്നു. മകൾ വിദേശത്ത് പോയാൽ മനോജും ആശയും UK-യിലാകും കുറച്ചുനാൾ. ഇപ്പോൾ UK-യിലെ വീട്ടിൽ ഒരു കുടുംബാംഗം കൂടി വന്നതിന്റെ സന്തോഷം മനോജ് പങ്കിടുന്നു. ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മനോജ് പങ്കിട്ടിട്ടുണ്ട്. നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ് ഇപ്പോൾ നടന്നതെന്ന് മനോജ് കെ ജയന്റെ വാക്കുകളിൽ പ്രകടം. തൂവെള്ള നിറത്തിൽ ആ കുടുംബാംഗം ഇനി അവരുടെ വീടിന്റെ പോർച്ചിൽ കിടക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് കരുതി, പക്ഷേ നടന്നു എന്ന് പുത്തൻ ടെസ്ല കാർ സ്വന്തമാക്കിയ ശേഷം മനോജ് കുറിച്ചു. ഇനി ആശയ്ക്കും 3 മക്കൾക്കും മനോജിനൊപ്പം ഈ കാറിൽ UK-യിൽ ചുറ്റിക്കറങ്ങാം. മുൻപ് വിദേശത്ത് മകനൊപ്പം പമ്പിൽ പെട്രോൾ അടിക്കുന്ന ദൃശ്യം മനോജ് കെ ജയൻ പങ്കിട്ടിരുന്നു. അവിടുത്തെ പോലെ പെട്രോൾ പമ്പിൽ ജീവനക്കാർ ഉണ്ടാവില്ല, സ്വന്തമായി വേണം പണമടച്ച് പെട്രോൾ അടിക്കാൻ. അതായിരുന്നു മനോജിന്റെ പോസ്റ്റിലെ ഉള്ളടക്കം. ലോകത്തിലെ തന്നെ അതിമനോഹരമായ കാറിലൊന്ന് സ്വന്തമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് മനോജിന്. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് മനോജും ആശയും. കുഞ്ഞാറ്റയും ശ്രേയയും അവരുടെ ഇളയ സഹോദരൻ അമൃതിനൊപ്പം കുഞ്ഞാറ്റ വിദേശവാസം പൂർത്തിയാക്കി നാട്ടിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്.